ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹലോ, ഏവർക്കും ഐശ്വര്യവും ആരോഗ്യവും നിറഞ്ഞ് നല്ലൊരു രാമായണ മാസം ഞാൻ ആശംസിക്കുന്നു. രാമായണ മാസം ഇപ്പോൾ ഇത് പകുതിയായല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവല്ലേ എല്ലാവരും. എന്നിട്ടാണോ ഞാനൊരു കർക്കിടക കഞ്ഞി കൊണ്ട് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ച ഒന്നും പറയാനില്ല, എന്നോട് ക്ഷമിക്കണം കേട്ടോ. കർക്കിടക കഞ്ഞിക്കൂട്ട് ശരിക്കും ഈ സീതാറാമൻ്റെ എൻ്റെ കൈ കിട്ടിയ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പേഷ്യൻസിന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം എന്നുള്ളത്. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളോടും ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 7 ദിവസം കഴിക്കാനുള്ള പാക്കേജ് ഇതിനകത്തുണ്ടാവും. ഓരോന്നും എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം തുടങ്ങാം. നമുക്ക് അരി വേവിക്കാം. ഞവരരി നന്നായി വേവിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം തേങ്ങാപ്പാൽ ഇടുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് പൊടി ചേർക്കാം. ഈ പൊടി നമ്മൾ 1 സ്പൂണാണ് ചേർക്കേണ്ടത്. ആ സ്പൂണും അതിനകത്ത് തന്നെ ഉണ്ടാവും. 1 സ്പൂൺ പൊടി ഒരു പാക്കറ്റിനെന്നുള്ള കണക്കാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത്, വലിയ വാവട്ടുള്ള പാത്രം എടുക്കുമോളെ. ശരി, ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ വലിയ വാവട്ടുള്ള പാത്രം എടുത്തു. അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക. അതും ആവശ്യാനുസരണമാണ്. പിന്നെ ഉപ്പും ചേർക്കുക. ശർക്കരയിൽ ഉപ്പുണ്ടാവും, എന്നാലും രുചിച്ച് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് നമുക്ക് നെയ്യാണ്. അത്യാവശ്യം നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ വരും കേട്ടോ. പിന്നെ നെയ്യ് ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ ഞാൻ ഇത്തിരി തേങ്ങ ചിരക്കിയതും കൂടി ഇടുന്നുണ്ട്. തേങ്ങ ചിരക്കിയത് ഇടുമ്പോൾ അതിന് വേറെ തന്നെ രുചിയാണ്. ഇത്തിരി ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ഞാൻ വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കടലപ്പരിപ്പോ ഉഴുന്ന് പരിപ്പോ മറ്റു പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചേർക്കാം. ഞാനിത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം ഓർമ്മ വന്നത്. അപ്പോൾ അതിനകത്ത് കാണുമല്ലോ കുറച്ച് തുളസിക്കതിരൊക്കെ. അങ്ങനെ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് വിചാരിച്ച് ഇതിലേക്ക് കുറച്ച് തുളസിക്കതിരൊക്കെ അങ്ങനെ ചേർത്തു. എന്താ അതിൻ്റെ ഒരു രുചിയും മണവും എന്നറിയോ. തുളസിയില ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമാണ് കേട്ടോ. ആ നല്ല മണത്തോടു കൂടി നല്ല ചൂടുള്ള കഞ്ഞി രുചിച്ച് നോക്കുകയാണ്. നല്ല രുചിയുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം എന്നോട് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.